ഗൈസ്, അപ്പം ഞാൻ ഇന്നലെ ഇട്ട റീൽസിൻ്റെ താഴെ എനിക്ക് കുറേ മെസ്സേജ് വന്നു. കൂട്ടുകാരി പറ്റിച്ചതിൽ സങ്കടമുണ്ട്. ഞാൻ BGM ഇട്ടിട്ടൊക്കെ വീഡിയോസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണലി അത്രയും അടുത്ത ഫ്രണ്ടൊന്നും അല്ല. കഥ എന്താണെന്ന് ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അപ്പം നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. ബട്ട് ദെൻ ഫ്രണ്ട് ആയിരുന്നു, എല്ലാം അറിയായിരുന്നു എന്നുള്ള സംഭവമുള്ളൂ. അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. എൻ്റെ തലേന്ന് ഞാൻ ആ സാധനം എടുത്ത് വെച്ചിട്ട് ഞാൻ കൂട്ടുകാരിയുടെ കുറച്ച് കുൽസിതങ്ങൾ പറയാൻ പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരി ഉടനെ ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സൈബർ സെല്ലിൽ വിളിച്ച് പറയും, അയ്യോ ഫസ്മിന സാക്കിർ എന്നെ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നും. അങ്ങനെ സൈബറിൽ നിന്ന് എനിക്ക് ഇഷ്ടംപോലെ കോൾ വന്നായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ ഇസ് എ പ്ലാറ്റ്ഫോം വെയർ യു ക്യാൻ ഡിസ്കസ് തിങ്സ്. നമുക്കുള്ള കാര്യം ഉള്ളതുപോലെ സംസാരിക്കാം എന്നൊരു സംഭവമല്ലേ. അപ്പം എന്നെപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചോളൂ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ സഫയും ലല്ലുവും റെഡി ആയിരിക്കണം. ഞാൻ ഇടുന്ന കാര്യങ്ങൾ കാണാനും നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യണം. പിന്നെ ഇപ്പോഴും സഫ ഉത്തരം തന്നിട്ടില്ല, എങ്ങനെ ലല്ലുവിൻ്റെ ലൈവിൽ സഫ വന്നെന്ന്, സഫയുടെ കുട്ടി എങ്ങനെ ലൈവിൽ വന്നു, സഫ എങ്ങനെ വന്നു, ലൈവ് എന്തിനു മ്യൂട്ട് ചെയ്തു, ഇതിനൊന്നും സഫയ്ക്ക് ഉത്തരവില്ല. ആ കമൻറ്റ് വന്നാൽ സഫ അപ്പതേ വാനിഷാണ്. സഫ വാനിഷ് മോഡിലോട്ട് പോകും. അപ്പം ഞാൻ ഇടുന്ന വീഡിയോയ്ക്കും സഫയ്ക്ക് ഉത്തരം ഉണ്ടാവണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ വീഡിയോയുടെ പിന്നാലെ സൈബർ സെല്ലിൻ്റെ കോൾ വന്നാലും പരാതി വന്നാലും കേസ് വന്നാലും നമുക്ക് അത് അതിൻ്റെ വഴിയിൽ നോക്കാം. ബിക്കോസ് ഐ എം നോട്ട് ഗോണ സ്റ്റോപ്പ് ഹിയർ. ഇതിൻ്റെ അന്ത്യാഭിലാഷം കണ്ടിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ എന്ന് പബ്ബിലൂടെ കറങ്ങി നടക്കുന്ന ഫസ്മിന സാക്കിർ. അതല്ലേ സഫ പറയുന്നത്? ഞാൻ പബ്ബിലൂടെ അല്ലേ നടന്നത്, കണ്ടവൻ്റെ ഭർത്താവിൻ്റെ കൂടെ വേറെ ഒരാളുടെ കുട്ടിയായിട്ട് നടന്നിട്ടൊന്നുമില്ലല്ലോ. സോ ചിൽ ബ്രോ, ചിൽ മാഡു.